2014 വളരെ മുൻപ് തന്നെ മണപ്പുറം ഗ്രൂപ്പും അതിന്റെ എല്ലാ കമ്പനികളും ഇത്തരം പരിപാടികൾ സാമൂഹിക ഉന്നമനത്തിന് വേണ്ടിയിട്ട് അതിന്റെ ഒരു ആദായത്തിന്റെ ഒരു ഭാഗം നീക്കി വെച്ചിരുന്നു. അതായത് ഗവൺമെന്റിന്റെ നിഷ്കർഷ ഉള്ളതിന് വളരെ മുൻപ് തന്നെ ആദായത്തിന്റെ ഒരു ഭാഗം നീക്കി വെച്ചിട്ടൊരു മാതൃകയായിട്ട് വളർന്നൊരു ഗ്രൂപ്പാണ് മണപ്പുറം ഗ്രൂപ്പ്. അതിന് ഉദാഹരണമാണ് ഈ ഇത്തരത്തിലുള്ള പരിപാടികൾ മാത്രം നടത്താൻ ഞാൻ ആദ്യം പറഞ്ഞു 2014 ഇത് വന്നതെന്ന്. 2014 5 വർഷം മുൻപ് 2009 ഇത്തരം പരിപാടികൾ, അതായത് ഈ CSR പോലെയുള്ള പരിപാടികളൊക്കെ നടത്തുന്നതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു കമ്പനി, അതായത് ഇതിൽ നിന്നും പണം നമ്മൾ മാറ്റിവെച്ചാൽ ആ പണം അർഹരായവർക്ക് മാത്രം നൽകാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് കമ്പനി, മണപ്പുറം ഫൗണ്ടേഷൻ എന്നുള്ള ഒരു കമ്പനി നമ്മൾ രൂപീകരിച്ചു. ആ കമ്പനിയിലൂടെയാണ് ഇത്തരം പരിപാടികൾ മുഴുവൻ നമ്മൾ നടത്തുന്നത്. അതായത് അർഹരായവരെ തെരഞ്ഞെടുക്കുന്നതും അവർക്ക് വേണ്ടി സെപ്പറേറ്റ് കൊടുക്കുന്നതും ഈ പൈസ മുഴുവൻ ഓഡിറ്റിന് വിധേയമാക്കുന്നതും വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള രീതിയിൽ നടത്താനുള്ള ഒരു മണപ്പുറം ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു കമ്പനി രൂപീകരിച്ചിട്ട് 2009 അതായത് 2014 ഗവൺമെന്റ് നിഷ്കർഷിക്കുന്നതിന് 5 വർഷം മുൻപ് തന്നെ ഇങ്ങനൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മണപ്പുറം ഗ്രൂപ്പിന് CSR എന്നുള്ളത് ഗവൺമെന്റ് നിഷ്കർഷിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടിയല്ല. അതിനു മുൻപ് തന്നെ മാതൃകാപരമായിട്ട് അവർ സ്വയം ഇത് തുടങ്ങിയിരുന്നു. അതുപോലെ ഈ 2% എന്നത് 2% മാത്രം നിർത്തരുത് എന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ ചെയർമാനായിട്ടുള്ള തോമസ് സാർ പറയാറുള്ളത്. നിങ്ങൾ കുറച്ചുകൂടി കൂട്ടിയിട്ട്, മാബൽ നിധി ലിമിറ്റഡ് ആണെങ്കിലും നമ്മൾ ആ 2% കുറച്ച് കൂട്ടിയിട്ടാണ് ചെലവഴിക്കാറുള്ളത്. പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റിരുന്ന ഒരാളെ സ്ഥലം MLA ആയിട്ടുള്ള റോജി എം ജോൺ സാർ, അദ്ദേഹത്തിന് മുട്ടിന് എന്തോ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പെട്ടെന്ന് വരാൻ പറ്റില്ല എന്നുള്ളത്, ആദ്യം വരാമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനാണ് ആദ്യമായിട്ട് ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തത്. ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ അങ്കമാലി നഗരസഭയുടെ ചെയർമാൻ മാത്യു തോമസ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. മാത്യു തോമസ് സാറിനെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യാം. മാബൽ നിധി ലിമിറ്റഡിന്റെ CEO ബെസ്റ്റോ ജോസഫ് സാർ വന്നിട്ടുണ്ട്. ബെസ്റ്റോ ജോസഫ് സാറിനെ ഈ ചടങ്ങിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ CSR ആക്ടിവിറ്റീസ് മുഴുവൻ മേൽനോട്ടം വഹിക്കുന്നതും നടപ്പിലാക്കുന്നതും മണപ്പുറം ഗ്രൂപ്പിന്റെ ഉപസ്ഥാപനമായിട്ടുള്ള മണപ്പുറം ഫൗണ്ടേഷൻ എന്ന സ്ഥാപനമാണ്. മണപ്പുറം ഫൗണ്ടേഷന്റെ ഈ പദ്ധതികളെ കുറിച്ച് വിവരിക്കാൻ വേണ്ടിയിട്ട് ഈ വേദിയിലേക്ക് വന്നിട്ടുള്ള മണപ്പുറം ഫൗണ്ടേഷന്റെ CEO ജോർജ് ഡി ദാസിനെ ഞാൻ സ്വാഗതം ചെയ്തു. പ്രത്യേകിച്ച് എന്നെ വിളിച്ച് നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി കുട്ടികൾ അതിന് സാരഥ്യം നൽകിയത് അങ്കമാലി മർച്ചന്റ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ജോണി കുര്യാക്കോസ് നല്ലൊരു കയ്യടി കൊടുക്കണം. കാരണം ഈ പരിപാടിയുടെ മുഴുവൻ വിജയവും അദ്ദേഹമാണ് നമ്മള് അദ്ദേഹത്തിന് ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യും. ഈ മർച്ചന്റ്സ് അസോസിയേഷന്റെ പല ഭാരവാഹികളും ഉണ്ട്. പല ഭാരവാഹികളും ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ ചെയർമാൻ, പ്രസിഡന്റ് എന്ന പോലെ തന്നെ ജനറൽ സെക്രട്ടറി, മർച്ചന്റ് അസോസിയേഷൻ അങ്കമാലിയുടെ ജനറൽ സെക്രട്ടറി ബിജു പൂപ്പർ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മർച്ചന്റ്സ് അസോസിയേഷന്റെ ട്രഷറർ ശ്രീ ഡെന്നി പോളിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കോളച്ചും വന്നിട്ടില്ല.
സജി വർഗീസ്. ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തെ ഒരു നേതാവായിട്ടുള്ള സജി വർഗീസ് സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. INTC-യുടെ ലീഡറായിട്ടുള്ള ഷഹീൻ കണ്ടത്തിൽ. നമ്മുടെ ഈ CSR പദ്ധതിയുടെ മണപ്പുറം ഫൗണ്ടേഷന്റെ CSR ഹെഡ് ആയിട്ടുള്ള ശില്പ ട്രീസയെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാപനിധി ലിമിറ്റഡ് പ്രധാനമായിട്ടും 2 വെർട്ടിക്കലാണുള്ളത്. 3 വെർട്ടിക്കൽ ഉണ്ട്. അതിൽ 3 വെർട്ടിക്കലിലെ ഒരു വെർട്ടിക്കൽ ലോണിന് 2 വെർട്ടിക്കലാണ്. അതിലൊന്ന് ഗോൾഡ് ലോൺ ആണ്, മറ്റൊന്ന് ലാപ്പാണ്. ലാപ്പിന്റെ ബിസിനസ് ഇട്ട് അനൂപ് എം എ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിലേക്ക്. അദ്ദേഹം അവതാരകൻ എന്നുള്ള വേഷത്തിലൂടെ വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ സ്വാഗതം ചെയ്യാൻ മറന്നുപോയൊരു കൂട്ടരുണ്ട്. ഞാനത് മറന്നുപോയി എന്ന് പറയുന്നതല്ല, അവസാനമായിട്ട് സ്വാഗതം ചെയ്യാൻ, വിശദമായി സ്വാഗതം ചെയ്യാന്നുള്ളതാണ്. ഏതൊരു പരിപാടിയുടെയും വിജയം എന്ന് പറഞ്ഞാൽ ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകളാണ്. ഇത്രയും ആളുകൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. ഓരോ ആളുകൾക്കും സമയം എന്നുള്ളത് വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ്. ഓരോരോ കാര്യങ്ങളിലും നിങ്ങൾ എല്ലാവരും എൻഗേജ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും, പല വിദൂര ദേശങ്ങളിൽ നിന്നും വന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ഈ പരിപാടി വിജയമാക്കുന്നതിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഓരോ വിദ്യാർത്ഥിനികളെയും അവരുടെ രക്ഷിതാക്കളെയും വളരെ സ്നേഹത്തോടെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവർക്കൊരു വലിയ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ട്? മണപ്പുറം ഗ്രൂപ്പ് ഓഫ്, നേരത്തെ ജയപ്രകാശ് പറഞ്ഞ പോലെ മണപ്പുറം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ CSR ബോഡിയാണ് മണപ്പുറം ഫൗണ്ടേഷൻ. ഒരു വർഷം മണപ്പുറം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ CSR ഫണ്ട് 50 കോടി രൂപയാണ്. മണപ്പുറം ഫൗണ്ടേഷൻ ഒരു കൊല്ലം ചെലവഴിക്കുന്നത് 50 കോടി രൂപയാണ്. മണപ്പുറം ഫൗണ്ടേഷന്റെ വിഷൻ ടു ക്രിയേറ്റ് എ ഹെൽത്തി, എഡ്യൂക്കേറ്റഡ് ആൻഡ് ഹാപ്പി കമ്മ്യൂണിറ്റി എന്നുള്ളതാണ്. ആരോഗ്യവാന്മാരായ, വിദ്യാസമ്പന്നരായ, സന്തോഷവാന്മാരായ ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അതിൽ ആരോഗ്യത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ 2 ഡയഗ്നോസ്റ്റിക് സെന്റേഴ്സ് നടത്തുന്നുണ്ട്, തൃശ്ശൂരും കലൂരും. തൃശ്ശൂരിലെ ഏറ്റവും വലിയ ഡയഗ്നോസ്റ്റിക് സെന്റർ മണപ്പുറം ഫൗണ്ടേഷന്റെ കീഴിലുള്ളതാണ്, മാക്കിയർ എന്നുള്ള പേരിൽ. അവിടെ എല്ലാ ദിവസവും 25,000 രൂപ വരെയുള്ള ജനറിക് മെഡിസിനും BPL ഫാമിലിക്ക് കൺസൾട്ടേഷനും ഫ്രീ ആയിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഡയഗ്നോസിസും കമ്പാരിറ്റീവ് മറ്റുള്ളവരായിട്ട് നോക്കുമ്പോൾ നമ്മുടെ റേഞ്ച് കുറവായിരിക്കും. അതിൽ ഫ്രീ ഹെൽത്ത് ചെക്കപ്പിലൂടെ റെഗുലറായിട്ട് ഈ ഫ്രീ ഹെൽത്ത് ചെക്കപ്പുകൾ നടത്തുന്നുണ്ട്. ഇങ്ങനെ നിരവധി പദ്ധതികൾ ഞങ്ങൾ മാക്കിയറിന്റെ കീഴിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു ആംബുലൻസ് സർവീസ് ഉണ്ട്, നിയോനാറ്റൽ ഫെസിലിറ്റി ഉള്ളതടക്കം. ഇത് ഇന്ന് ജനിച്ചൊരു കുട്ടി എവിടെ വരെ കൊണ്ടുപോകണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റാവുന്ന എല്ലാ ലേറ്റസ്റ്റ് സൗകര്യങ്ങളോട് കൂടി ആ ഏത് ആംബുലൻസിന്റെ ആവശ്യം വന്നാലും BPL ഫാമിലിക്ക് 50% ഡിസ്കൗണ്ട് ഉണ്ട്. ആക്സിഡൻസ് ഫ്രീ ആണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് കൗൺസിലിംഗ് സെന്ററിൽ ഫാമിലി കൗൺസിലിംഗ്, കുട്ടികളുടെ എഡിക്ഷനോട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്തൊക്കെ മാനസിക പ്രശ്നങ്ങളുണ്ടെങ്കിലും ഫാമിലി പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ കൗൺസിലിംഗ് നടത്താനായിട്ടുള്ള ഫാമിലി കൗൺസിലിംഗ് സെന്റർ, മഹിമ കൗൺസിലിംഗ് സെന്റർ ഉണ്ട്. അതുപോലെ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് 2 സ്കൂളുകളുണ്ട്, CA അക്കാഡമി ഉണ്ട്, സിവിൽ സർവീസ് അക്കാഡമി ഉണ്ട്. മണപ്പുറത്തിന്റെ CA അക്കാഡമിയിൽ പഠിച്ചാൽ അവിടെ 30% ഡിസ്കൗണ്ട് ഉണ്ട് BPL കുട്ടികൾക്ക്. അതുമല്ല, അവിടെ പാസ്സാവണ എല്ലാവരെയും CA കഴിഞ്ഞാൽ 90,000 സ്റ്റാർട്ടിംഗ് സാലറിയിൽ മണപ്പുറം കമ്പനികളിൽ തന്നെ ജോലിക്ക് എടുക്കും. അതുപോലെ CA, CMA, CS ഒക്കെ ഞങ്ങളുടെ മണപ്പുറം ക്യാമ്പസ് എന്നാണ് അതിന്റെ പേര്. പാലക്കാട്, തൃശ്ശൂർ, വലപ്പാട് ബന്ധപ്പെടുന്നുണ്ട്. സിവിൽ സർവീസ് അക്കാഡമിയിൽ BPL കുട്ടികൾക്ക് 50% ഡിസ്കൗണ്ട് കൊടുക്കണം. വളരെ പാവപ്പെട്ട കുട്ടികളിൽ നിന്ന് സിവിൽ സർവൻസിന് IAS, IPS വളർത്തിയെടുക്കുന്ന ഒരു വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് നമുക്ക് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ എൻട്രൻസ് കോച്ചിങ് സെന്റർ ഉണ്ട്.
എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ നമ്മുടെ BPL കുട്ടികൾക്ക് 50% ഡിസ്കൗണ്ട് ഉണ്ട്. 90 എബോവ് മാർക്കുള്ള BPL കുട്ടികൾക്ക് അതിന്റെ ഫ്രീ ആണ്, പുസ്തകത്തിന്റെ കാശ് മാത്രമേ വരുള്ളൂ. ഇങ്ങനെ നിരവധി പദ്ധതികൾ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് മണപ്പുറം ഫൗണ്ടേഷന്റെ കീഴിലുണ്ട്. ഇനി ഹാപ്പി കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിട്ടുള്ളത് മണപ്പുറം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പാർട്ടായിട്ടുള്ള നെയ്ബൻ നിധി ലിമിറ്റഡ്, അവരുടെ പ്രോഫിറ്റിന്റെ ഒരു പോർഷൻ ഇതുപോലെ CSR ഫണ്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. 6 ലക്ഷം രൂപയോളാണ് നെയ്ബൻ നിധിയുടെ CSR ഫണ്ട് ഞങ്ങൾക്ക് വരുന്നത്. ഈ കേരളത്തിലെ 3200ഓളം കുട്ടികൾക്ക് ഇതൊരു 21 ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് ആണ്. വിദ്യാഭ്യാസ കിറ്റ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് 3ാം ഘട്ടമാണ് ഇവിടെ നടക്കുന്നത്. അതിനുള്ള മർച്ചന്റ്സ് അസോസിയേഷൻ ടീം വളരെ ശക്തമായ പിന്തുണ നൽകി അവരെ പ്രത്യേക അഭിനന്ദിക്കാൻ ഞാൻ അവസരം ഉപയോഗിക്കുകയാണ്. ഈ നാട്ടിലെ സാധാരണക്കാരായ കുട്ടികളും മിടുക്കരായ കുട്ടികളെ കണ്ടെത്തി അവർക്ക് ഈ സൗകര്യം എത്തിച്ചു കൊടുക്കണം എന്നുള്ള അവരുടെ താല്പര്യമാണ് ഇന്ന് നിങ്ങളൊക്കെ ഇവിടെ എത്താനുള്ള കാരണമായത്. മണപ്പുറം ഫൗണ്ടേഷൻ കഴിഞ്ഞ വർഷം ചെയ്ത ഒരു പ്രോജക്റ്റ് 50 മസ്കുലർ ഡിസ്ട്രോഫി പേഷ്യൻസിന്, മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറഞ്ഞാല് ശരീരത്തിലെ മസിലുകൾ മുഴുവൻ ഇങ്ങനെ തളർന്ന് പോകും, കുറെ കഴിയുമ്പോൾ പൂർണ്ണമായിട്ട് കിടപ്പിലാവും. അപ്പൊ പലരും ചെറിയ ജോലികൾ ചെയ്യണവരുണ്ട്, പെട്ടികട നടത്തുന്നവരുണ്ട്, പഠിക്കണവരുണ്ട്. അങ്ങനെയുള്ള കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത 50 പേർക്ക് നമ്മൾ ഇലക്ട്രിക്കൽ വീൽ ചെയർ കൊടുക്കും. ഒരു വീൽ ചെയറിന് 1.5 ലക്ഷം രൂപയുടെ വില. ഒരു നോബ് ഫ്രണ്ടിൽ വണ്ടി ഓടിച്ച് പോവാം, ബാക്കിൽ ക്യാൻസർ ബാക്കിൽ പോകും, സൈഡിൽ പോകും. അവർക്ക് ഭക്ഷണം പൊക്കാൻ പറ്റും, ഒക്കെ റിമോട്ടിൽ, കംപ്ലീറ്റ് റിമോട്ടിൽ അറേഞ്ച് ചെയ്യാവുന്ന സൗകര്യങ്ങളുള്ള വീൽ ചെയർ ആണ്. 50 എണ്ണം 1.5 ലക്ഷം രൂപ വെച്ച് നമ്മൾ കൊടുത്തു. CR കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ട് നമ്മൾ ചെയ്ത് അതിന് ഇക്കണോമിക് ടൈംസിന്റെ ബെസ്റ്റ് സർവീസ്, ബെസ്റ്റ് CSR അവാർഡും ഞങ്ങൾക്ക് കിട്ടി. ഈ കൊല്ലം മാർച്ച് മാസത്തിൽ എഗെയിൻ അതേ പ്രോജക്റ്റ് നമ്മൾ ചെയ്തു. വീണ്ടും 50 പേർക്ക് ഇതുപോലത്തെ വീൽ ചെയർ കൊടുത്തു. അത് ഇരിഞ്ഞാലക്കുട MCP കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അതുകൂടാതെ ജൂൺ 1-ാം തീയതി 75 3 വീലർ സ്കൂട്ടറുകൾ നമ്മൾ നൽകിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 20-നും 50-നും വയസ്സിന്റെ ഇടയിലുള്ള സ്വന്തമായിട്ടൊരു ജീവിതം ആരംഭിക്കാൻ, ലോട്ടറി കച്ചവടമോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വന്തം ബിസിനസ് നടത്താൻ പറ്റാവുന്ന വൈകല്യങ്ങളുള്ള ഏറ്റവും തെരഞ്ഞെടുക്കപ്പെട്ട 75 പേർക്ക് നമ്മൾ വീൽ ചെയർ 3 വീലർ സ്കൂട്ടറുകൾ കൊടുത്തു. അതുപോലെ നിരവധി പദ്ധതികളാണ് മണപ്പുറം ഫൗണ്ടേഷൻ ഓരോ കേരളം മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലപ്പാട് ഞങ്ങളൊരു 1,00,000 വീട് കോളനി 50 കൊല്ലം മുമ്പ് ഗവൺമെന്റ് പണിത് കൊടുത്തിട്ടുള്ള ഒരു ചുമരിന് 2 സൈഡിൽ ഓരോ വീടുകളായിട്ട്. അതിന് ഇപ്പോഴത്തെ നിലയിൽ അതില് വെള്ളം വീണെടുത്തുള്ളി പുറത്തു പോകാനുള്ള സാധ്യത ഇല്ല. അതുപോലത്തെ അതുപോലത്തെ സ്ഥിതിയിലാണ് വീടുകൾ. ആ എല്ലാ വീടുകളും ഗവൺമെന്റിന്റെ സഹകരണത്തോടാണ് പൊളിച്ചു കളഞ്ഞ് കൃത്യമായിട്ട് റോഡിട്ട് 4 സെന്റ് തിരിച്ച് എല്ലാവർക്കും പുതിയ വീടുകൾ പണിത് കൊടുത്തു. കേരളത്തില് ഈ വെള്ളപ്പൊക്കത്തിന് ശേഷം 500ഓളം വീടുകൾ നമ്മൾ പണിത് കൊടുത്തിട്ടുണ്ട്. 500ാമത്തെ വീടിന്റെ താക്കോൽദാനം മോഹൻലാലാണ് കഴിഞ്ഞ ഓഗസ്റ്റ് 15-ന് MCPയിൽ വെച്ച് നടന്ന ഒരു പരിപാടിയിൽ വെച്ച് അച്ഛനും അമ്മയ്ക്കും സുഖമില്ലാത്ത ഒരു മോൾക്ക് വേണ്ടിയിട്ട്, അവള് 10ാം ക്ലാസ്സിലെ പഠിക്കണം, നല്ല മിടുക്കത്തിൽ പഠിക്കാനായിട്ട്. അപ്പൊ ആ കുട്ടിക്ക് നമ്മളൊരു വീട് നിർമ്മിച്ചു. അതിന്റെ താക്കോലായിരുന്നു ഏറ്റവും അവസാനമായിട്ട് നമ്മൾ മോഹൻലാല് നേരിട്ട് ആ കുട്ടിക്ക് അവരുടെ പാരന്റ്സിനെ വരുത്തി നമ്മൾ ഇരിഞ്ഞാലൂടെ വെച്ച് കൊടുത്തു. ഇത് ഇങ്ങനെ ഞാൻ പറഞ്ഞ രീതിയിൽ അവരുടെ ഗവൺമെന്റ് ഓഫീസേഴ്സിന് വേണ്ട ഡെവലപ്മെന്റ്, സ്കൂളുകൾക്ക് വേണ്ട ആവശ്യങ്ങളനുസരിച്ച് കേരളം മുഴുവൻ, ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും, ഡൽഹിയിലെ 7 മേജർ പാർക്കുകളിൽ മണപ്പുറം ഫൗണ്ടേഷന്റെ ഹെൽത്ത് പാർക്ക് ഉണ്ട്, ഡയബറ്റിക് പാർക്കുണ്ട്. ഡയബറ്റിക് രോഗികൾ അവിടെ ക്യൂ നിന്നിട്ടുള്ള ആൾക്കാർ ആ എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്നു. ഇങ്ങനെ നിരവധി പദ്ധതികൾ മണപ്പുറം ഫൗണ്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് നിങ്ങളോടൊപ്പം ഈ ഒരു പ്രോജക്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക്, മിടുക്കരായ നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ബാഗുകൾ നൽകാൻ അവസരം കിട്ടിയാൽ ഏറെ സന്തോഷമുണ്ട്. ഇനിയും കൂടുതൽ ഞാൻ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല, പലരും ഈ പ്രസംഗത്തിന് ഉള്ളത് കൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇനിയും ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ കൂടുതൽ ചെയ്യാനായിട്ട് മണപ്പുറം ഫൗണ്ടേഷന് സാധിക്കാനായിട്ട്
നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ സംഭവിച്ചു. ഈ കമ്പനി എന്ന് പറയുമ്പോൾ മെമ്പേഴ്സിന് മാത്രമേ ആ കമ്പനിയായിട്ട് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നിങ്ങൾക്ക് നമ്മുടെ കമ്പനിയെ ട്രാൻസാക്ഷൻ ചെയ്യണമെങ്കിൽ നമ്മുടെ മെമ്പറായിട്ട് മാറാം. അതാണ് നിധി കമ്പനിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. നമുക്കിന്ന് കേരളത്തിൽ 66 ബ്രാഞ്ചുകളുമായിട്ട് എല്ലാ ഡിസ്ട്രിക്റ്റിലും ബ്രാഞ്ചസ് ഉള്ള ഒരേ ഒരു നിധി കമ്പനി എന്നുള്ള ക്യാമ്പ് നമ്മുടെ മേഖല മാത്രമേ ഉള്ളൂ. അതുപോലെ ഇന്ത്യയിൽ സെൻട്രൽ ഗവൺമെന്റ് അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന ഒരേ ഒരു നിധി കമ്പനി ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ, അതായത് നമുക്ക് 2 കമ്പനികളാണ് ഉള്ളത്. അതിനകത്ത് കേരളത്തിലുള്ള സെൻട്രൽ ഗവൺമെന്റ് അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന ഒരേ ഒരു നിധി കമ്പനി എന്നുള്ള പേരും നമ്മുടെ മാബൽ നിധിക്ക് മാത്രമുള്ളതാണ്. നമ്മുടെ മെയിൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി ലോൺ, ഗോൾഡ് ലോൺ, ഇത് രണ്ടുമാണ് നമ്മുടെ വായ്പാ പദ്ധതികൾ വരിക. ഈ വായ്പാ പദ്ധതിക്കുള്ള ഫണ്ട് നമ്മൾ സോഴ്സ് ചെയ്യുന്നത് നമ്മുടെ മെമ്പേഴ്സിൽ നിന്ന് വാങ്ങിക്കുന്ന ഡെപ്പോസിറ്റ് വഴിയായിട്ടാണ്. ഇനി അതിന്റെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ അതായത് അൺബാങ്ക്ഡ് ആയിട്ടുള്ള ഏരിയകൾ, അതുപോലെ കൂടുതലും ഈ ഫിനാൻഷ്യൽ സർവീസുകൾ എത്തപ്പെടാത്ത ഗ്രാമീണ മേഖലകൾ, അതുപോലുള്ള അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഏരിയകൾ, അവിടെയൊക്കെ ഈ പറയുന്ന ഫിനാൻഷ്യൽ സർവീസുകളും അതുപോലുള്ള പ്രൊഡക്റ്റുകൾ എത്തിക്കുക എന്നുള്ളൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ഗവൺമെന്റ് 2008 ഈ പറയുന്ന ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്നൊരു പദ്ധതി കൊണ്ടുവന്നത്. പക്ഷെ അതിനൊക്കെ ഒത്തിരി മുമ്പ് തന്നെ 1993 അതായത് നമ്മുടെ കമ്പനി മാബൽ നിധി സ്റ്റാർട്ട് ചെയ്യുന്നത് 1993 1993 തന്നെ ഈ പറയുന്ന സെയിം പദ്ധതിയോട് കൂടി തന്നെ നമ്മുടെ കമ്പനികളെ സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. അതിന്റെ ഏറ്റവും ഉദ്ദേശശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും, അതായത് അർഹരായിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ എല്ലാവിധ പ്രൊഡക്റ്റുകളും, അതായത് ഇപ്പോൾ നമുക്ക് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് പ്രോഫിറ്റ് മോട്ടീവാണ്. അതായത് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പൊ നോർമലി അവർ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുക നമ്മുടെ ഏറ്റവും, അതായത് ബാങ്കിങ് ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഏരിയകളിൽ വരാനും, അതുപോലെ കൂടുതലായിട്ടുള്ള ഏറ്റവും കൂടുതൽ ബിസിനസ് കിട്ടുന്ന കസ്റ്റമേഴ്സിനെ മാത്രം ഫോക്കസ് ചെയ്യാനായിട്ട് അവർ പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ പറയുന്ന അധികം ബാങ്കിങ് സേവനങ്ങൾ എത്തപ്പെടാത്ത ഏരിയകൾ, അതുപോലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, ഇവർക്കൊക്കെ സർവീസ് കൊടുക്കുക എന്ന ഒറ്റ ഉദ്ദേശം വെച്ച് മാത്രം ഈ മാബൽ നിധി എന്ന് പറയുന്ന സംഭവം ഒരു കമ്പനി നമ്മൾ സ്ഥാപിതമായത്. നമ്മളെല്ലാവരെയും ഇവിടെ വിളിച്ചു ചേർത്ത് മണപ്പുറം ഫൗണ്ടേഷന്റെ ഈ ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഒരു ഗുണഭോക്താക്കളായി മാറുവാൻ നമ്മളെല്ലാവരെയും വിളിച്ചു ചേർത്ത മണപ്പുറം ഫൗണ്ടേഷന്റെ ഭാരവാഹികളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവരെ കണ്ടെത്തുവാനും അവരുടെ ചാരിറ്റി പ്രവർത്തനം മനസ്സിലാക്കുവാനും അതിൻ്റെ ഗുണം തൻ്റെ നാട്ടുകാർക്ക്, സഹോദരന്മാർക്ക് ലഭിക്കുന്നതിന് അവസരമൊരുക്കാൻ മുൻകൈയെടുത്ത അങ്കമാലി മർച്ചന്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ ജോണി കുര്യാക്കോസിനെയും ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നമുക്കറിയാം, മണപ്പുറം ഫിനാൻസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മയിൽ വരുക മോഹൻലാലിനെയാണ്. മോഹൻലാൽ എന്താ പറയുന്നത്? വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിന് നാട്ടിൽ തെണ്ടി നടക്കൂ, അല്ലേ? മോഹൻലാലിന്റെ ആ പരസ്യം നമ്മുടെയൊക്കെ ഓർമ്മയിൽ എപ്പോഴും വരുന്ന കാര്യമാണ്. നമ്മളിൽ പലരും സ്വർണം കഷ്ടപ്പെട്ട് വാങ്ങി, ഇല്ലാത്ത പൈസ കൊടുത്ത് സ്വർണം വാങ്ങി സൂക്ഷിച്ചു വെച്ചിട്ട് ആവശ്യം വരുമ്പോൾ അത് മറന്ന് വേറെ പൈസ അന്വേഷിച്ച് നടക്കുന്നു, അല്ലേ? കടം മേടിക്കാൻ അല്ലെങ്കിൽ ബ്ലേഡുകാരെ അന്വേഷിച്ച് നടക്കുന്നു. അതിന്റെ ആവശ്യമില്ല, മണപ്പുറം ഫിനാൻസിൽ ചെന്നാൽ മതി എന്നാണ് ആ പരസ്യത്തിന്റെ അർത്ഥം. അപ്പൊ എന്ത് തന്നെ ആയാലും നമ്മളെല്ലാവരും ഈ സ്വർണം വാങ്ങുന്നതും സ്വർണം പണയം വയ്ക്കുന്നതും ഒക്കെ പരിചയമുള്ളവരാണ്. അല്ലാതെ ലോൺ എടുക്കുന്നതും പലരും ബ്ലേഡുകാരിൽ നിന്ന് പലിശയ്ക്ക്, അന്യായ പലിശയ്ക്ക് പൈസ എടുക്കുന്നതൊക്കെ പരിചിതരായിട്ടുള്ളവരാണ്. അതൊക്കെ ശരിക്കും നല്ല നടപടിയല്ല. നമുക്ക് ന്യായമായ പലിശയ്ക്ക് കടമെടുക്കേണ്ടി വരുമ്പോൾ ന്യായമായ പലിശയ്ക്ക് എവിടെന്നെങ്കിലും കിട്ടുമെങ്കിൽ, പലിശ ഇല്ലാതെ കിട്ടിയാൽ ഏറ്റവും നല്ലത്, ന്യായമായ പലിശയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ലതാണെന്നാണ് അവരുടെ പരസ്യം. എന്തായാലും കേരളത്തിലെ ജനങ്ങളെ, കേരളത്തിന് പുറത്തും വിദേശത്തും ഒക്കെ മണപ്പുറം ഫിനാൻസ് ഉണ്ട്. അവര് ഇങ്ങനെ സാമ്പത്തിക ആവശ്യങ്ങളിൽ സഹായിച്ച് അതിൻ്റെ ഒരു ലാഭം എടുത്തിട്ടുള്ള സ്ഥാപനമാണ് മണപ്പുറം ഫിനാൻസ്. അവരുടെ സ്ഥാപനമാണ് മണപ്പുറം ഫൗണ്ടേഷൻ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ആ ബിസിനസ്സിലൂടെ അങ്ങനെ ന്യായമായി അവർ നിയമവിധേയമായി അവർക്ക് കിട്ടുന്ന പൈസ, ലാഭം അവർ ജനങ്ങളുമായി ഷെയർ ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളതാണ്
മണപ്പുറം ഫൗണ്ടേഷന്റെ ഒരു പ്രത്യേകത. ഇവിടെ മണപ്പുറം ഫിനാൻസിന്റെ ഫൗണ്ടേഷന്റെ ഭാരവാഹികൾ പ്രസംഗിച്ചപ്പോൾ അവർ വർഷങ്ങളായി നടപ്പിലാക്കുന്ന 1914 കാലഘട്ടം മുതൽ നടപ്പിലാക്കുന്ന ഒരുപാട് ഇങ്ങനെയുള്ള ക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. നമുക്ക് ധാരാളം കച്ചവടക്കാരെയും അല്ലെങ്കിൽ പല വ്യവസായ സ്ഥാപനങ്ങളെയും പരിചയമുള്ളവരാണ്. അവരിൽ പലരും ഒരുപാട് പൈസ ജനങ്ങളിൽ നിന്ന് ലാഭമായി എടുക്കുന്നുണ്ടെങ്കിലും ഒരു ചെറിയ സഹായം പോലും ചെയ്യാൻ മനസ്സില്ലാത്ത ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ മണപ്പുറം ഫിനാൻസ് അവരുടെ ബിസിനസ്സിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ലാഭത്തിൽ ഇവിടെ സൂചിപ്പിക്കേണ്ട CSR ഫണ്ട് അറ്റ ലാഭത്തിലെ 2%, അത് തന്നെ ഏതാണ്ട് 50 കോടി രൂപയോളം വരും എന്നാണ് ഇവിടെ പറഞ്ഞത്. ആ പൈസ ഓരോ വർഷവും ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി, നിങ്ങളുടെ സഹജീവികളുടെ സഹവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു എന്നുള്ളത് ഏറ്റവും അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. അതിൻ്റെ ഗുണഭോക്താക്കളിൽ അങ്കമാലി നഗരസഭാ പ്രദേശത്തുള്ളവരും പുറത്തുള്ളവരും ധാരാളം പേര് ഉണ്ട്. അതുകൊണ്ട് അത്രയും നല്ലൊരു കാര്യം ചെയ്യുന്ന മണപ്പുറം ഫിനാൻസിനെ അങ്കമാലി നഗരസഭയുടെ പേരിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുകുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന്, അല്ലെങ്കിൽ പുതിയ ഭവനങ്ങൾ പണിതു കൊടുക്കുന്നതിന്, ഭവനങ്ങളുടെ പൂർത്തീകരണത്തിന്, അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചികിത്സാ സഹായത്തിന്, ഇങ്ങനെ നിരവധി മേഖലകളിൽ മണപ്പുറം ഫൗണ്ടേഷൻ പൈസ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ പ്രശ്നങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുകയുണ്ടായി. അതൊരു വലിയ കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, പൈസ ഉള്ളവരും ചെലവഴിക്കാൻ, ഇങ്ങനെ ആളുകളുമായി ഷെയർ ചെയ്യാൻ മടിയുള്ളവരാണ്. പക്ഷേ നമുക്കറിയാം, ഇതൊന്നും കൂട്ടിവെച്ചിട്ട് വലിയ കാര്യമില്ല എന്നുള്ള ഒരു ചിന്താഗതിയും ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട്. നമുക്കറിയാം, 2018 വെള്ളപ്പൊക്കം, അതിനുശേഷം വന്ന കോവിഡ്, നിപ്പ, ഇങ്ങനെ തുടങ്ങിയ പാർശ്വവ്യാധികൾ, ഇതൊക്കെ വന്നപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള സന്ദേശം വലിയവരും ചെറിയവരും ഒന്നാകുന്ന ഒരു അവസരമാണ് ഇത്തരം ദുരന്തങ്ങൾ. ആ ദുരന്തങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നവർ സ്വാഭാവികമായും ആ ദുരന്തത്തിന്റെ ദുരിതമനുഭവിച്ചവരെ സഹായിക്കാൻ മനസ്സുള്ളവരായി മാറുന്നു എന്നുള്ളത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും സവിശേഷമായ ഒരു സംഗതിയാണ്. മണപ്പുറം ഫൗണ്ടേഷൻ ഇങ്ങനെ 3200 കുട്ടികളെയാണ് ഈ അവസരത്തിൽ വിദ്യാഭ്യാസ സഹായം നൽകി സഹായിക്കുന്നത്. അതിൽ 300 പേരെയാണ് ഇന്നിവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഇവിടെ വന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു. ഈ സഹായം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ആ അവസരം വിനിയോഗിച്ച് നന്നായി പഠിച്ച് വളർന്ന് നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കുവാൻ എല്ലാ കുഞ്ഞുമക്കളും ആത്മാർത്ഥമായി പരിശ്രമിക്കണം. അമ്മമാരും സഹോദരിമാരും മാതാപിതാക്കളും അവരെ അതിന് പ്രേരിപ്പിക്കണം. മറ്റൊരു കാര്യം ഞാൻ ഓർപ്പിക്കുന്നു, നമ്മൾ ഇങ്ങനെയൊക്കെ സഹായം നൽകുന്നവരെ നന്ദിയോടെ സ്മരിക്കുവാനും നമ്മൾ തയ്യാറാവണം. നമ്മളെല്ലാവരും നന്ദിയുള്ളവരായി മാറുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ സഹായിക്കുന്നവരെ തിരിച്ച് സഹായിക്കാൻ, അത് സാമ്പത്തികമായി സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് അവർക്ക് നന്മ വരണേ എന്നൊരു പ്രാർത്ഥനയെങ്കിലും നടത്തി അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്തുകൊണ്ട് അവരെ സഹായിക്കുവാൻ തയ്യാറാകണം. മണപ്പുറം ഫിനാൻസിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും, ഇത്തരം ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് അങ്കമാലി നഗരസഭയുടെ എല്ലാവിധ സഹകരണവും ഞാൻ ഈ അവസരത്തിൽ വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ശ്രീ ബെസ്റ്റോയോടൊന്ന് സൂചിപ്പിച്ചത്, നഗരസഭയുമായി ഒന്ന് കൈകോർത്തുകൂടെ എന്നാണ് ഞാൻ ബെസ്റ്റോയോട് അവിടെ ഇരുന്ന് സംസാരിച്ചത്. അങ്കമാലി നഗരസഭയുടെ തനത് ഫണ്ട് ഉപയോഗിച്ച് നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ നഗരസഭയുമായി ഒന്ന് കൈകോർക്കുവാൻ, അത് മതിയാവുന്നില്ല, നഗരസഭയുമായി ഒന്ന് കൈകോർത്ത് പാവപ്പെട്ടവരെ സഹായിക്കുവാൻ മണപ്പുറം ഫൗണ്ടേഷൻ മുന്നോട്ട് വന്നാൽ ഏറ്റവും സ്വാഗതാർഹമായിരിക്കും. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ വളരെ സന്തോഷമായിരിക്കും എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഈ മണപ്പുറം ഫൗണ്ടേഷന്റെ ഇന്നത്തെ ഈ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. നമസ്കാരം. ജയ് മുഹമ്മദ് യാസിൻ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാരെന്ന് അറിയാമോ? ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ കുട്ടികളാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യോഗം സംഘടിപ്പിച്ചിരുന്നത്, അല്ലെ? കുട്ടികൾക്ക് ബാഗും കൊടയും പുസ്തകങ്ങളൊക്കെ തരാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? അപ്പൊ കുട്ടികളെ ഇത്തവണ ഓണം നന്നായിട്ട് ആഘോഷിച്ചോ? ഒന്ന് ഉറക്കെ പറഞ്ഞ ഓണാഘോഷിച്ചോ? ഓണാഘോഷിച്ചു. അപ്പൊ ഞങ്ങൾ ഇനി അധികം പ്രസംഗം പറഞ്ഞ് നീട്ടുന്നില്ല, പ്രസംഗം പറഞ്ഞ് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് ഈ മേബൻ നിധി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി അങ്കമാലിയിൽ ഒരു ഓഫീസ് കൊടുക്കുകയും
ഈ മേവൻ നിധി ലിമിറ്റഡ് ഇത്രയും നന്നായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് അങ്കമാലിയിൽ വന്നപ്പോ എനിക്ക് ഇങ്ങനെ ഇവരുടെ ഒരാളെ കണ്ടുപിട്ടായ അവസരം കിട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ അങ്കമാലി ഭാഗത്തേക്ക് ഈ സഹായം എത്തിക്കണം, അതിന് അങ്കമാലി ഭാഗത്തുള്ള ആളുകൾക്ക് ഇത് കിട്ടണം എന്ന് പറയുകയും ഞാൻ ആദ്യം ബന്ധപ്പെട്ടത് ജയപ്രകാശ് സാറിനാണ്. ജയപ്രകാശ് സാറിന്റെ എന്റെ അടുത്തൊരു സുഹൃത്തിന്റെ സുഹൃത്താണ്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു അങ്ങനെ ചെയ്തു തരാം, അങ്കമാലിയിൽ എല്ലാ സൗകര്യം ചെയ്തു തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ പിന്നെ ഞാൻ ബെസ്റ്റോ സാറിനെ വിളിച്ചു. ബെസ്റ്റോ സാറും ഇതുപോലെ തന്നെ നല്ലൊരു സപ്പോർട്ട്. അദ്ദേഹം പറഞ്ഞു ഞാൻ മുക്കന്നൂർക്കാരനാണ്, നാട്ടുകാരനാണ്, ഞാൻ എല്ലാവിധ സപ്പോർട്ടും തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എനിക്ക് പ്രക്ഷോഭ് എന്റെ അടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് ബന്ധപ്പെട്ടു. അതുപോലെ നിങ്ങളുടെ ഇവിടുത്തെ ബ്രാഞ്ച് മാനേജർ മിനിത ബന്ധപ്പെട്ടു. അങ്ങനെ ഞങ്ങളുടെയൊക്കെ നമ്മളുടെ എല്ലാവരുടെയും കൂട്ടായ ഒരു പ്രയത്നം കൊണ്ടാണ് ഇന്ന് ഇവിടെ ഒരു യോഗം ഇങ്ങനെ നടത്താൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഓഫീസ് സ്റ്റാഫും കുറെ പേര് നിങ്ങളുടെ പേര് കളക്ട് ചെയ്യാനും നിങ്ങളുടെ ഈ ആധാർ കാർഡും ഈ റേഷൻ കാർഡിന്റെ കോപ്പിയൊക്കെ മേടിക്കാനൊക്കെ ആയിട്ട് കുറെ ബുദ്ധിമുട്ടി. അങ്ങനെ നമ്മളെല്ലാവരും ബുദ്ധിമുട്ടുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇവിടെ CSR എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടില്ലേ? CSR ഒരുപാട് പ്രാവശ്യം പറയുന്നത് CSR കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതായത് ഇവരൊക്കെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളാണ്, കോടികൾ ലാഭം ഉണ്ടാകണോ അതിന്റെ ഒരു വീതം സാധാരണക്കാരിലേക്ക് കൊടുക്കുന്നു. അപ്പൊ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന പോലെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ട്, കുട്ടികൾക്കും ഉണ്ട്. കുട്ടികളുടെ റെസ്പോൺസിബിലിറ്റി എന്താ? പഠിക്കണം, പഠിച്ച് നല്ല നിലയിലേക്ക് എത്തണം. അതിനുള്ള പ്രോത്സാഹനം തരാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നത്. അപ്പൊ കുട്ടികളൊക്കെ നന്നായിട്ട് പഠിക്കില്ലേ? വീട്ടിൽ ചെന്നാലും പഠിക്കാൻ പറയും, സ്കൂളിൽ ചെന്നാലും പഠിക്കാൻ പറയും, ഈ ചേട്ടനും പഠിക്കാൻ പറയാണ്. എന്തായാലും നന്നായിട്ട് പഠിക്കാനുള്ള നമ്മുടെ അവകാശമാണ്. നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാവിധ സഹായങ്ങളും എവിടെ നിന്നും കിട്ടും. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ഇനി എനിക്ക് പറയാനുള്ളത് മേബൽ നിധി ലിമിറ്റഡ് ഈ സ്ഥാപനം അങ്കമാലിയുടെ വളർച്ചയ്ക്ക് ഒരുപാട് സഹായിക്കുന്നു. ഞങ്ങള് വ്യാപാരികൾ എന്ന നിലയിൽ എല്ലാവിധ സപ്പോർട്ടും മേബൽ നിധി ലിമിറ്റഡിന് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ മേബൽ നിധി ലിമിറ്റഡ് പോലെയൊക്കെ നന്നായിട്ട് നിയമപരമായിട്ട് എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് നടത്തുന്ന സ്ഥാപനമാണ്. അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം, അവരുമായിട്ട് സഹകരിക്കാം, മുന്നോട്ട് പോവാം. അതുപോലെ തന്നെ ഞങ്ങളുടെ മർച്ചന്റ് അസോസിയേഷൻ, ഞങ്ങളുടെ ഭാരവാഹികള്, ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങള്, അവരൊക്കെ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ കുറെ ദിവസങ്ങളായിട്ട് ഇതിനുവേണ്ടി ശ്രമിക്കുകയും ഇതിനെപ്പറ്റി അന്വേഷിക്കുകയും എല്ലാം ചെയ്തു. അപ്പൊ ഞങ്ങളുടെ ഭാരവാഹികൾക്കും അതുപോലെ എക്സിക്യൂട്ടീവ് മെമ്പർമാർക്കും ഞങ്ങളുടെ അംഗങ്ങൾക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത നിങ്ങൾക്ക് ഓരോരുത്തരെയും അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആദ്യമേ തന്നെ ഈ മേബൻ നിധി ലിമിറ്റഡിന്റെ ഈ മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള പ്രത്യേക അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുകയാണ്. ഇവിടെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ മേബൻ നിധി ലിമിറ്റഡും മണപ്പുറം ഫൗണ്ടേഷൻ ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. ഒരു പുതിയ കാര്യം കൂടി, പുതിയതാണെന്നറിയില്ല, നേരത്തെ പറഞ്ഞൊന്നറിയില്ല, ഈ കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ചു വരുമ്പോൾ അവർക്കൊരു സ്കോളർഷിപ്പോട് കൂടി പഠിക്കാനുള്ള ഒരു അവസരം കൂടി ഈ മേബൽ നിധി ലിമിറ്റഡിന്റെ ഭാഗത്തു നിന്നും മണപ്പുറം ഫൗണ്ടേഷൻ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ദീർഘമായ പ്രസംഗങ്ങളൊക്കെ നിങ്ങൾ കേട്ടു കഴിഞ്ഞു. കുട്ടികളൊക്കെ തന്നെ കുറച്ച് അസ്വസ്ഥരുമായി. അങ്ങനെ യഥാർത്ഥത്തിൽ ഒരധികം സമയം, എനിക്ക് 4 മണി ഈ പരിപാടി ആരംഭിക്കുന്നതാണ് പറഞ്ഞത്. ഒരു 3:30യോട് കൂടി തന്നെ കുട്ടികളൊക്കെ വന്നിരിക്കുന്നതാണ്. എന്നാൽ 2 വാക്ക് CITവിന് വേണ്ടി പറയാതിരിക്കാനായിട്ട് ഈ അവസരത്തിൽ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. കാരണം ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത, അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ ജോണി കുര്യാക്കോസ് എന്നെ വിളിക്കുന്നത്, സാർ ഇങ്ങനെ ഒരു പരിപാടി മണപ്പുറം ഫൈനാൻസ് ചെയ്യുന്നുണ്ട്, അപ്പൊ നമ്മുടെ തൊഴിലാളികളുടെ മക്കൾക്കാണ് അവർ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ അത് സെലക്ട് ചെയ്യാനുള്ള ഒരു ഇടപെടൽ നമ്മൾ നടത്തേണ്ടതുണ്ട്. അപ്പൊ INTUC-യും CIT-യും അങ്കമാലിയിലുള്ള പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയൻ 2 ഉള്ളത്, ഒന്ന് INTUC-യും മറ്റു CIT-യും ആണ്. അപ്പൊ നമ്മുടെ മക്കളെ, ആ കുട്ടികളെ നമുക്ക് ഈ അംഗീകാരം അല്ലെങ്കിൽ ഈ പറയുന്ന പുരസ്കാരം വാങ്ങുന്നതിന് അവരെ നേരത്തെ തന്നെ പറഞ്ഞ് റെഡിയാക്കണം എന്ന് എനിക്ക് തോന്നുന്നത് ഏറ്റവും ആദ്യം പറഞ്ഞ ഒരാള് എന്നോടായിരിക്കാനും സാധ്യത. അതുപോലെ തന്നെ നമ്മൾ അത്യാവശ്യം നമ്മുടെ തൊഴിലാളികളോട് പറഞ്ഞു. ആ തൊഴിലാളികളുടെ മക്കളൊക്കെ തന്നെ ഞാൻ മനസ്സിലാക്കി കൊടുത്തതുകൂടെ ഉണ്ട്. അപ്പോൾ അത് കൊടുക്കാൻ തീരുമാനിച്ചാൽ ഈ തയ്യാറായ മണപ്പുറം ഫൈനാൻസ് സ്ഥാപനം, അതിന്റെ സഹോദര സ്ഥാപനം മേബൽ നിധി ലിമിറ്റഡ്, അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നിരവധി കാര്യങ്ങൾ ഇവിടെ പറയുന്നത് അവരുടെ CEO പറഞ്ഞു, ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥരൊക്കെ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. അങ്കമാലിയിലും കുറേയധികം കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. പ്രളയം വന്നപ്പോൾ എനിക്കറിയാം, ഞാനന്ന് അങ്കമാലി നഗരസഭയുടെ വൈസ് ചെയർമാനാണ്. ആ സമയത്താണ് 2018 പ്രളയം ഉണ്ടായപ്പോൾ നമ്മുടെ ഈ മണ്ഡലത്തിലും ഈ അങ്കമാലി നഗരസഭയിലൊക്കെ തന്നെ
നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, വീട് വെച്ചു കൊടുക്കുക, അതുപോലെ ക്യാമ്പുകളിൽ അവര് ഇടപെട്ടുകൊണ്ട് സഹായം തരിക, അങ്ങനെ നിരവധി കാര്യങ്ങൾ അന്നത്തെ അവരുടെ ഉത്തരവാദിത്തപ്രകാരം ചെയ്തിട്ടുണ്ട്. ഇനിയും ആ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനിവിടെ പറഞ്ഞ നേരത്തെ ചെയർമാൻ പറഞ്ഞ പോലെ അങ്കമാലി എന്ന് പറയുന്ന ഈ നഗരത്തിലും നിരവധി പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. അവിടെയും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന, നിങ്ങൾക്ക് നിങ്ങളുടെ CSR ഫണ്ട് വെച്ച് നിങ്ങളുടെ നിയമപരമായ, നിങ്ങളുടെ ആ സംഘടനാപരമായ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ വളരെ മര്യാദയോടുകൂടി ആത്മാർത്ഥത്തോടുകൂടി ചെയ്യണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.